ഇപ്പോൾ പന്തീരങ്കാവ് സ്ത്രീധന പീഡന കേസുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ കേസാണ്. പോലീസിന് എതിരെ രൂക്ഷമായ വിമർശനമുയർന്ന ഒരു കേസ് കൂടിയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട പ്രതി രാഹുലിനായി ഇപ്പോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. രാഹുൽ വിദേശത്തേക്ക് കടന്നു എന്ന സംശയത്തെ തുടർന്നാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയത്. രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴിയും അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഷബീർ അമറുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷബീർ, പോലീസിനെതിരെ അതിശക്തമായ വിമർശനം ഉയർന്ന കേസാണ്. നേരത്തെ പ്രതി രാഹുലിനെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിനുള്ള സമയമൊക്കെ പാഴാക്കി കളഞ്ഞു. ഇപ്പോൾ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്, ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്ന കൂടുതൽ വിശദാംശങ്ങൾ? ജിൽസി സൂചിപ്പിച്ചതുപോലെ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് കേസുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പന്തീരങ്കാവ് SHOയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ പറഞ്ഞതുപോലെ ഈ പ്രതി എന്ന് പറയുന്ന രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കേസിൽ ഗുരുതര വകുപ്പുകൾ നേരത്തെ ചുമത്തിയില്ല എന്നതടക്കമുള്ള ആക്ഷേപമുണ്ട്. എന്തായാലും ഇപ്പോൾ സ്ത്രീധന പീഡനം, ഒപ്പം തന്നെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ കേസിൽ അന്വേഷണം നടക്കുന്നത്. ഫറൂഖ് ACPയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത്. എന്തായാലും ഈ പ്രതി രാഹുൽ വിദേശത്തേക്ക് കടന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം ഇപ്പോഴും ആയിട്ടില്ല. പോലീസ് എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച്, വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് വിശദമായ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഈ വിദേശത്തേക്ക് കടന്നതിൽ സ്ഥിരീകരണം ലഭിക്കാൻ. ഒപ്പം തന്നെ രാഹുൽ അവകാശപ്പെടുന്നത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു വിദേശത്തേക്ക് പോയി എന്നാണ് രാഹുൽ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഏത് രാജ്യത്താണ് എന്നതടക്കം പോലീസിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്റർപോളാണ് ഈ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. ഏത് രാജ്യത്താണെങ്കിലും അവിടെ നിന്ന് പിടികൂടാനുള്ള ശ്രമങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ഊർജിതമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. പോലീസിനെതിരെ ആക്ഷേപം ഉയർന്ന കേസ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വളരെ വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. CCTVയുടെ DVR പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ രാഹുലിൻ്റെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ഇന്നലെ ശ്രമിച്ചിരുന്നെങ്കിലും ഇവർ വീട്ടിലുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. ഈ കേസിൽ ഈ രാഹുലും ഒപ്പം തന്നെ രാഹുലിൻ്റെ വീട്ടുകാരും അവകാശപ്പെടുന്നത് സ്ത്രീധനം ആവശ്യപ്പെട്ടല്ല ഈ യുവതിയെ മർദ്ദിച്ചതെന്നാണ് ഇവരുടെ അവകാശവാദം. ഇതിനെ യുവതിയുടെ കുടുംബം നിഷേധിക്കുകയാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ടാണ് യുവതിയെ മർദ്ദിച്ചത് എന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആക്ഷേപമാണ് യുവതിയുടെ കുടുംബം രാഹുലിനെതിരെയും ഒപ്പം തന്നെ രാഹുലിൻ്റെ കുടുംബത്തിനെതിരെയും ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടി പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ജിൽസി. ശരി ഷബീർ, എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദമായ അന്വേഷണം, തുടക്കത്തിലെ വീഴ്ചയൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം നടക്കുമെന്നാണ് പറയുന്നത്. ഈ പ്രതി രാഹുൽ വിദേശത്താണെന്ന് പറയുന്നു. ഈ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം രാഹുൽ തന്നെ ഇന്നലെ സമ്മതിക്കുന്നുണ്ട് മാധ്യമങ്ങളോട്. പക്ഷെ അത് സ്ത്രീധനത്തിന് വേണ്ടിയിട്ടല്ല എന്ന് പറയുമ്പോൾ അത്തരമൊരു വകുപ്പ് എടുത്ത് കളയാനുള്ള ചില നീക്കമായിട്ട് കൂടെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്തായാലും കൂടുതൽ തുടരന്വേഷണം ഇന്ന് നടക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ കൂടി പ്രതീക്ഷിക്കാം.